ഡൽഹിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡിജിപി. രാജ്യത്താകെ ജാഗ്രതാ നിർദ്ദേശമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പരിശോധന ശക്തമാക്കാൻ ഡിജിപി ഇന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ പരിശോധന ശക്തമായി തന്നെ തുടരുകയാണ്. പോലീസ് പട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ് പ്രധാന നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. തിരക്കുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പട്രോളിംഗ് വേണമെന്നുള്ളതാണ് ഡിജിപി നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും വലിയ തരത്തിലുള്ള ഒരു പരിശോധന ഡോഗ് സ്ക്വാഡിനെയും ബോംബ് സ്ക്വാഡിനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. പിന്നാലെ തന്നെ ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി ഓരോ വാഹനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന നടന്നിരുന്നു. അവിടെ വാഹനത്തിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധന എല്ലായിടത്തും വ്യാപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരമൊരു പരിശോധന നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിവിധയിടങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം തന്നെ പരിശോധന കർശനമാക്കണമെന്നുള്ളതാണ് ഡിജിപി നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധന കർശനമാക്കാനാണ് നിലവിൽ ഇപ്പോൾ ഡിജിപിയുടെ നിർദ്ദേശം. അത്തരത്തിൽ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന എല്ലായിടത്തും ശക്തമായി തുടരുന്നുണ്ട്. നിലവിൽ ഏറെ തിരക്കുള്ള ഒരിടം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പല ഭാഗങ്ങളിലും റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പരിസരത്തുള്ള പല ഭാഗങ്ങളിലും പരിശോധന നടക്കുന്നു എന്നുള്ളതാണ്. ബോംബ് സ്ക്വാഡ് നേരത്തെ തന്നെ പരിശോധന നടത്തി പിന്നാലെ തന്നെ ഡോഗ് സ്ക്വാഡിനെയും എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഡിജിപി നൽകിയിരിക്കുന്നത്. ഓരോ മേഖലകളിലും കൂടുതൽ ആളുകൾ കൂടി നിൽക്കാൻ സാധ്യതയുള്ള കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും പരിശോധന കർശനമാക്കണമെന്നുള്ളതാണ് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവികൾ ഇത് നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളും സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ഒരു പരിശോധന കർശനമാക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആലോചിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പരിശോധന കർശനമായി തന്നെ തുടരുകയാണ്. ഇനി എല്ലാ ഭാഗങ്ങളിലും ഈ സംസ്ഥാനത്തെ ആളുകൾ കൂടുന്ന മറ്റിടങ്ങളിലെല്ലാം തന്നെ പരിശോധന കർശനമാക്കും. ഒപ്പം തന്നെ നൈറ്റ് പട്രോളിംഗും ശക്തമാക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.